ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്തു നിന്ന് ഉറപ്പായും ചോദിക്കുവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ ചോദ്യങ്ങളൊക്കെയും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് NCERT, SCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. 20 ചോദ്യങ്ങളടങ്ങിയ ആദ്യ സെറ്റാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാകും എന്ന് കരുതിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം ടു ദി ക്ലാസ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബ്രിട്ടൻ ഒരു ജനാധിപത്യ രാജ്യമാണ്. അത് തീർച്ചയായും ശരിയാണ്. ബ്രിട്ടൻ ജനാധിപത്യ രാജ്യമാണ്. ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക്കാണ്. ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക്കാണോ? അപ്പോൾ എന്താ ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, രാഷ്ട്രത്തലവനായിട്ടുള്ള ഭരണ സംവിധാനത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുക. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ബ്രിട്ടൻ്റെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജാവാണ്. രാജാവിനെ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നതാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ റിപ്പബ്ലിക് വ്യവസ്ഥയില്ല. ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല. എന്നാൽ ബ്രിട്ടനിൽ യഥാർത്ഥ അധികാരം കൈവശമുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിയിലാണ്. അതുകൊണ്ട് ബ്രിട്ടനിൽ ജനാധിപത്യമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ജനാധിപത്യ രാജ്യങ്ങളെല്ലാം റിപ്പബ്ലിക്കാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം റിപ്പബ്ലിക് അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവും. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശരിയും 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ സി 2ഉം 3ഉം തെറ്റ്. ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം, എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനകളുള്ള രാജ്യവുമുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ള രാജ്യവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഈ തന്നിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ സി ബ്രിട്ടനാണ്. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ്. അമേരിക്കയാണ് ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 1946 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ ആദ്യത്തെ യോഗം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ തെറ്റായ പ്രസ്താവന എളുപ്പം അറിയാൻ സാധിക്കും. ഡി ആണ്. സച്ചിദാനന്ദ സിൻഹയ്ക്ക് ശേഷം സ്ഥിരം അധ്യക്ഷനായത് BR അംബേദ്കർ അല്ല, ഡോക്ടർ S രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ S രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കിയത്. ഈ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകുന്നത് 1949 നവംബർ മാസം 26-ാം തീയതി. ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇത്രയും ഡേറ്റുകൾ നമ്മൾ കൃത്യമായി ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എളുപ്പം കിട്ടും. ഉത്തരം ഓപ്ഷൻ സി 3ഉം 4ഉം. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഇവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. ആ ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് ഈ ആമുഖത്തിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. ഇനി
ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഈ ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഈ ആമുഖം ഒരിക്കൽ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ആമുഖം ഇതുവരെ ഭേദഗതി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ്. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇതിൽ അമേരിക്കയും ഫ്രാൻസും പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിന് ഉദാഹരണങ്ങളായ രാജ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന പാർലമെൻ്ററി സംവിധാനം വിഭാവന ചെയ്യുന്നു. പാർലമെൻ്ററി സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അവയാണ് മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പൗരന് മൗലിക അവകാശം ഗവൺമെൻറ് ഉറപ്പ് നൽകേണ്ടതുണ്ട്. ഗവൺമെൻറ്റുകളുടെ പ്രധാന ചുമതലയാണ് ഈ മൗലിക അവകാശത്തെ സംരക്ഷിക്കുക, പൗരൻ്റെ മൗലിക അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ശരിയാണ്. സാധാരണ ഒരു ക്രൈം, ഒരു ഇൻജസ്റ്റിസ് ഉണ്ടായാൽ നമുക്ക് താഴേക്കിടയിലുള്ള കോടതികളെയാണ് നമുക്ക് സമീപിക്കാൻ സാധിക്കുക. എന്നാൽ നമ്മുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 11ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 21A. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇത് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 51A. 6നും 14നും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മൗലിക അവകാശങ്ങളിലും മൗലിക കടമകളിലും പറയുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു മൗലിക അവകാശമാണ്. എന്നാൽ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഇതൊരു മൗലിക കർത്തവ്യമാണ്. നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി. മൗലിക അവകാശത്തിലും മൗലിക കർത്തവ്യത്തിലും വരുന്ന കാര്യമാണിത്. 14ാമത്തെ ചോദ്യം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്നുള്ളത് ഓപ്ഷൻ എ മൗലിക അവകാശമാണ്. ഓപ്ഷൻ ബി മൗലിക കർത്തവ്യമാണ്. ഓപ്ഷൻ സി ഇത് രണ്ടുമാണ്, ഇതൊന്നുമല്ല. ഏതാ ഉത്തരം? ശാസ്ത്രീയമായ മനോഭാവം വളർത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും മൗലിക കർത്തവ്യമാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൗലിക അവകാശങ്ങളെപ്പോലെയും മൗലിക കർത്തവ്യങ്ങളെപ്പോലെയും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി ഭരണഘടനയിലുണ്ട്. അത് നിർദ്ദേശക തത്വങ്ങളാണ്. ഈ നിർദ്ദേശക തത്വങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. ഇത് ഭരണഘടന സർക്കാരിനോട് പറയുന്നതാണ്. എന്നാൽ ഇത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് കോടതിയെ സമീപിക്കുവാൻ സാധിക്കില്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക എന്നുള്ളത് ഒരു നിർദ്ദേശക തത്വമാണ്. ഇവിടെ ചോദ്യം ഇതാണ്: നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക ഒരു നിർദ്ദേശക തത്വമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് പിന്നെ എന്താ? അത് മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നൊരു കാര്യമാണ്. 15ാമത്തെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സംയുക്ത ഭരണ വ്യവസ്ഥ. ഈ സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന് കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം, ഫെഡറൽ സിസ്റ്റം. ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ ഭരണ യൂണിറ്റുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉള്ളതുപോലെ. എന്നാൽ ഇങ്ങനെ പവർ ഷെയർ ചെയ്യാത്ത ഭരണ വ്യവസ്ഥകളുമുണ്ട്. അതാണ് ഇവിടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ ആ ഭരണവ്യവസ്ഥയാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി ഏകായത്ത ഭരണവ്യവസ്ഥ. ഏകായത്ത ഭരണവ്യവസ്ഥയുടെ ഇംഗ്ലീഷ് യൂണിറ്ററി സിസ്റ്റം എന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഏറ്റവും താഴെ അറ്റത്തുള്ള 2 കോടതികളാണ് മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും.
ഇതിൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മുൻസിഫ് കോടതിയും ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതിയുമാണ്. അപ്പോൾ ഇവിടെ 18ാമത്തെ ചോദ്യം, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മജിസ്ട്രേറ്റ് കോടതി. കാലവും സാഹചര്യവും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനുമൊക്കെ ഉണ്ടാവും. ഇവിടെ അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തുന്നത് ഏത് പ്രോസസ്സാണ്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. ഇത്തരത്തിൽ ഭരണഘടനാ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? അതാണ് അടുത്ത ചോദ്യം. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഇതിലുത്തരം ഓപ്ഷൻ ഡി, പാർലമെൻറ്റിന്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ അമെൻമെൻറ്റുകൾ വരുത്തുവാൻ അധികാരമുള്ളൂ. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 20 ചോദ്യങ്ങളും ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ദയവായി മറക്കരുത്. Thank you for watching this video.